പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് വളരെ തീവ്രമായ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുകയാണ്, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില രാഷ്ട്രീയ ചലനങ്ങൾ, അന്തർനാടകങ്ങൾ, അന്തർധാരകൾ, ഉൾപ്പിരിവുകൾ ഇതൊക്കെ നമ്മൾ കാണാതിരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പല ഉൾപ്പിരിവുകളുമാണ് ഈ പാലക്കാട് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് മുന്നണികളിലും, ഒരു മുന്നണി എന്ന് മാത്രം എടുത്തു പറയേണ്ടതില്ല, മൂന്ന് മുന്നണികളും അത് തന്നെയാണ്. ഇപ്പോൾ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് നിശ്ചയം തന്നെയാണ്. പക്ഷെ രണ്ട് മുന്നണികൾ സമ്മതിക്കില്ല. പോട്ടെ, മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജയിക്കുമെന്ന് എനിക്ക് പറയാനും കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് UDF അവകാശപ്പെടുന്നത്. മാങ്കൂട്ടത്തിൽ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് UDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുമ്പോൾ തന്നെ UDFനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് അങ്ങനെ ജയിക്കരുത് എന്ന ആഗ്രഹമുള്ള ഒരു വിഭാഗം ഉണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ, മാങ്കൂട്ടം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് VD സതീശൻ്റെ സ്ഥാനാർത്ഥിയാണ്. VD സതീശൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് K മുരളീധരൻ പാലക്കാട്ടേക്ക് ഇല്ല എന്ന് പറയാൻ കാരണവും. കാരണം VD സതീശനും ഈ മുരളീധരനും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. അത് വ്യക്തമാണ്, നമുക്കെല്ലാം അറിയാവുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളെന്നുള്ള നിലയിൽ എനിക്കും നമുക്കൊക്കെ അത് ബോധ്യമാണ്. അപ്പോൾ VD സതീശൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്, രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വെറുപ്പോ സ്നേഹമില്ലായ്മയോ കൊണ്ടല്ല. പക്ഷെ VD സതീശൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അത്തരത്തിൽ മുരളീധരനോടൊപ്പം നിൽക്കുന്ന പല ആൾക്കാർക്കും വെറുപ്പുണ്ട്. പക്ഷെ അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. മുരളീധരനെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം പോയിട്ട് പിന്നെ UDFന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് വന്നു. പ്രചരണത്തിൽ പല യോഗങ്ങളിലും പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച ഒരിടത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല K മുരളീധരൻ. പകരം UDFനും കൈപ്പത്തിക്കും വോട്ട് ചെയ്യണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നും പറഞ്ഞു. അല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്, നമ്മുടെ ജയരാജൻ പറഞ്ഞതുപോലെ പിന്നെ ഊതിക്കാച്ചിയ പൊന്നാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കാൻ മുരളീധരൻ തയ്യാറായില്ല. അവിടെയാണ് നമ്മൾ ഈ കോൺഗ്രസിനകത്തുള്ള ഉൾപ്പിരിവുകളും ഉരുൾപൊട്ടലും നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കഴിഞ്ഞാൽ അത് സതീശൻ്റെ വലങ്കൈ ആയതുകൊണ്ട് സതീശൻ്റെ വലങ്കൈക്ക് കുറച്ചും കൂടി ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സതീശൻ്റെ കൈകൾക്ക് ശക്തി കൂടുമ്പോൾ അത് സതീശനടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ശക്തി ഇരട്ടിയാവുകയാണ്, ആ സ്ഥാനത്തേക്കുള്ള അർഹത ഇരട്ടിയാവുകയാണ്. അങ്ങനെ അയാൾ മുഖ്യമന്ത്രി ആകണ്ടെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിനകത്തുള്ള ആൾക്കാർ മാങ്കൂട്ടത്തിനുമൊപ്പം പ്രവർത്തിക്കുമ്പോൾ തന്നെ BJPയുമായിട്ട് ഒരു അന്തർധാര നടത്തിക്കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരിയാണോ എന്നറിയില്ല. ഞാൻ വന്നത് നിങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോൾ അവരവിടെ ജീവൻ മരണ പോരാട്ടത്തിലാണ്. UDF എല്ലാ മുന്നണികളും ജീവൻ മരണ പോരാട്ടത്തിലാണ്. എനിക്ക് വളരെ നിസ്സാരമായിട്ട് ഇവിടെ വന്നിരുന്നു പറയാം. പക്ഷേ ചില വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നമ്മൾക്കത് പറയാനും പറ്റാതിരിക്കുന്നു. നമ്മൾ പറയുന്നു എന്ന് മാത്രമാണ്. എന്തായാലും ചില കോൺഗ്രസ് നേതാക്കൾ, പ്രമുഖന്മാരായ ചില കോൺഗ്രസ് നേതാക്കൾ BJP നേതാക്കളുമായിട്ട് ഒരു അന്തർധാരയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. അവരുമായിട്ട് രഹസ്യ ചർച്ച നടത്തി കഴിഞ്ഞു. വോട്ടുകൾ കൂടുതൽ, കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കാം എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. മാങ്കൂട്ടത്തിൽ അങ്ങനെ ജയിച്ചു വരാൻ പാടില്ല, അത് സതീശൻ്റെ പിന്നെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കലാകും എന്ന് കാണുന്നവരാണ് അത്തരത്തിൽ പോകുന്നത് എന്നതാണ് ഒരു വശം. ഇനി നമുക്ക് BJPയുടെ വശം നോക്കാം. BJPയുടെ വശത്തിൽ BJPക്ക് ജയിച്ചു വരുന്നെങ്കിൽ അത് ശ്രീകൃഷ്ണകുമാറാണ്. ശ്രീകൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ പാലക്കാട് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, പാലക്കാട് ജില്ലയിലും പാലക്കാട് മണ്ഡലത്തിലും ഒക്കെ നിൽക്കുന്ന ഒരു നേതാവാണ്. താരതമ്യേ അതിനേക്കാളും സീനിയറായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. കാരണം രാജഗോപാൽ ജയിച്ചത് നല്ലൊരു സീനിയർ നേതാവായതുകൊണ്ടാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു, പിന്നെ പ്രായം തന്നെ അത്ര വളരെ വലിയ പ്രായമായിരുന്നു. അപ്പോൾ വളരെ സീനിയർ നേതാവാണ് രാജഗോപാൽ. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചാൽ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ താരതമ്യേന സീനിയർ അല്ലാത്ത, ജൂനിയർ എന്ന് പറയാൻ പറ്റാത്തതും എന്നാൽ സീനിയറും അല്ലാത്ത ഒരു കൃഷ്ണകുമാർ ജയിച്ചു വരുന്നത് സീനിയർമാരായ BJP നേതാക്കന്മാർക്ക് അത്ര താല്പര്യമില്ല എന്നും അവരെ
അങ്ങനെ സി കൃഷ്ണകുമാർ ജയിച്ചു വരണ്ട എന്ന മനോഭാവം ഉള്ളവരാണ് എന്നും അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ഇറക്കം ഉണ്ടല്ലോ, ഈ പടയിറക്കമെല്ലാം അത്തരത്തിലുള്ള ചില സീനിയർ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണെന്നും സന്ദീപ് വാര്യറിന് സി കൃഷ്ണകുമാർ ജയിച്ചാൽ സന്ദീപ് വാര്യർ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒന്നുമല്ലാതായി മാറുമെന്നുള്ളത് കൊണ്ട് അതും വരാതെ സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ടും സി കൃഷ്ണകുമാർ അങ്ങനെ ജയിച്ചു വരേണ്ട സീനിയർ പലരും ഇവിടെ മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു താരതമ്യേന സീനിയർ അല്ലാത്ത ഒരാൾ ജയിച്ചു വരണ്ട എന്ന അഭിപ്രായവും BJP അകത്തുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളും അകത്ത് നടക്കുന്നു എന്നാണ് കാണുന്നത്. ഇനി LDF-നകത്ത് സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി തന്നെ പിന്നെ ആവശ്യമില്ലാത്തതായിരുന്നു എന്ന അഭിപ്രായവും ഉള്ള നിരവധി പ്രവർത്തകർ പാർട്ടിക്കകത്തുണ്ട്. അവർ പലപ്പോഴും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം EP ജയരാജനെ അവസാനം നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അവിടെ കൊണ്ടുവന്ന് കുറേ ഒരിടത്ത് സംസാരിപ്പിച്ചത്. EP ജയരാജന് വെറും 10 മിനിറ്റ് മാത്രമാണ് അവിടെ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയെന്നാണ് അറിയുന്നത്. അപ്പോഴേക്കും മഴ ശക്തമായി പോയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയതാണ്. പ്രകൃതിക്ക് പോലും ഈ സരിനെ വാഴ്ത്തിക്കൊണ്ടുള്ള EP ജയരാജന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് അതിൽ കാണുന്നത്. പ്രവർത്തകർ പലരും തമാശ രൂപേണ അത് പറയുന്നുമുണ്ട്. സരിനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് ഊതിക്കാച്ചിയ പൊന്നാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ഒരു 10 മിനിറ്റ് പോലും പ്രസംഗിക്കാൻ അനുവാദം കൊടുക്കാതെ പ്രകൃതി തിമിർത്തു പോയപ്പോൾ അത് പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ പാർട്ടി പ്രവർത്തകർക്ക് അത് എത്ര ഇഷ്ടപ്പെടും എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ അകത്ത് സംസാരമുണ്ട്. മാത്രമല്ല, ഈ കള്ളവോട്ട് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് CPM-ന്റെ ഒരു മുൻകൂർ ജാമ്യമാണ്, പരാജയപ്പെടുമെന്നതിൻ്റെ മുൻകൂർ ജാമ്യമാണ് എന്നതാണ് കാണുന്നത്. സാധാരണ കള്ളവോട്ടുകൾ കൂടുതൽ ചേർക്കുന്നതും കൂടുതൽ ആൾക്കാർ പുറത്തുന്നതും CPM-നെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് സാധാരണ വരുന്നത്. BJP-യും അതുപോലെ കോൺഗ്രസും ഒക്കെ CPM-നെതിരായിട്ടാണ് അത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തിരിച്ച് CPM അത്തരത്തിൽ ആരോപണം വന്നിരിക്കുന്നു. മാത്രമല്ല, അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ചിട്ട് 10-200ഓളം പേരുടെ പിന്നെ പുതിയ വോട്ടർമാരാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ 800ഓളം വോട്ടറും അധികം ചേർത്തിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിൽ വെറും 200 വോട്ടിനകത്താണ് ചേർത്തിരിക്കുന്നത് പുതുതായിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം. പിന്നെ എങ്ങനെ CPM നൽകിയ പരാതി നമുക്ക് ഒത്തുപോകാൻ കഴിയുമെന്നുള്ള സംശയമുണ്ട്. അപ്പോൾ CPM തോൽക്കുമെന്നുള്ളത് കൊണ്ട് 3-ാം സ്ഥാനത്ത് എത്താതിരിക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ് ഈ കള്ളവോട്ട് വിവാദമൊന്നും സംസാരമുണ്ട്. അങ്ങനെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 3 മുന്നണികളും വല്ലാതെ ഉൾപ്പോര് നടക്കുന്ന ഈ മുന്നണികളിൽ ആര് ജയിക്കും ആര് തോക്കുമെന്നത് ഒരു ഫോട്ടോ ഫിനിഷിംഗ് പോലെ നടക്കുന്ന മത്സരമാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.